ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈമൺസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പുതിയ ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ഐറ്റം. ഇത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ശുദ്ധമായ പശുവിൻ പാല് വേണം. പിന്നെ ഒരു ജാർ വേണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറായിരിക്കണം കേട്ടോ, അത് വേണം. ഒരു സ്പൂൺ വേണം. സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇതുപോലെയുള്ള ഇത് വേണം. പിന്നെ കുറച്ച് ഉറ ഇത് വേണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ, ഇതുപോലെ ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ഇതിന് പരുവത്തിലുള്ള വിധം പാല് തിളപ്പിച്ച് ആറിച്ച് വെക്കുക. നമുക്ക് അധികം സമയം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ഓൾറെഡി പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച പാല് എടുക്കുക. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നല്ല ക്ലീൻ ആയിട്ട് ഉണങ്ങിയിരിക്കുന്ന ഈ ജാറ് തുറന്നിട്ട് ഇതിലേക്ക് ഈ ഉറയെടുത്ത് ഒഴിക്കുക. ഉറ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ഉറ ധാരാളം മതി. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ തിളപ്പിച്ചാറിച്ച പാല് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, തീരെ ചെറിയ ചൂടേ ആകാവുള്ളൂ കേട്ടോ. അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കണ്ടല്ലോ, നന്നായിട്ട് അത് മുഴുവൻ കൊണ്ടൊഴിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ സ്പൂൺ ആദ്യമേ ഒഴിച്ച ആ സ്പൂണില്ലേ, അതെടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഈ പാലും ഈ ഉറയും തമ്മിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. നോക്കിക്കേ, ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ പാലും ഉറയുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അതിന് താമസിക്കാൻ തന്നെ ഇത് ഇനി കുറച്ചു നേരം വെച്ചേക്കുക, വെളിയിൽ തന്നെ വെച്ചേക്കുക. ഇതാ, ഇത് സ്പൂൺ മാറ്റി ഇതടച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഈ ഉറ മിച്ചമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്തേക്ക് കുറച്ചൊഴിച്ച്, പിന്നെ അതിനകത്ത് കുറച്ച് കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞിട്ട്, ഇഞ്ചിയോ ഒക്കെ അരിഞ്ഞിട്ട്, കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച്, കറിവേപ്പില എന്നിവയെല്ലാം ഇട്ടിട്ട് ശേഷം നന്നായിട്ട് ഇളക്കി, തണുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുവാണെങ്കിൽ ആ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സംഭാരമാണ്. അത് കുടിക്കാൻ നല്ലതാണ് കേട്ടോ. വേനൽക്കാലത്തൊക്കെ അത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്ന ഈ ഉറ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ പാല് ഒരു 5-6 മണിക്കൂർ നേരം വെളിയിലിരിക്കുക. അപ്പം അന്നേരത്തിന് ഇതൊക്കെ സാമാന്യം നന്നായിട്ട് കൂടും, പരുവത്തിലുള്ള പുളിയുമാകും. അതിനെ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. പിന്നെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതുകൊണ്ട് പിന്നെ നമുക്ക് പലവിധ വിഭവങ്ങളും ഉണ്ടാക്കാം. അതായത് നമ്മൾ ഈ പച്ചടി കിച്ചടിയൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് ഒഴിക്കാൻ ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ നാടൻ ഭാഷയിൽ പുളിശ്ശേരി എന്ന് പറയും, അതുണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. പിന്നെ മോരുണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സംഭാരത്തിന് ഉപയോഗിക്കാം. ഇങ്ങനെ പല പല ഉപയോഗങ്ങളുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പേരാണ് സൈമന്റെ തൈര്. മറന്നു പോകരുത് കേട്ടോ, ഇതിന്റെ പേരാണ് സൈമന്റെ തൈര്. ഓക്കെ, ഇതിന് ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും ഇതിന്റെ പേര് മാറ്റരുത്. എപ്പോഴും ഓർത്തിരിക്കുക, ഇത് സൈമന്റെ തൈര് തന്നെയാണ്. ഇത് ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ മുടിയുടെ നിറത്തിനൊക്കെ ഒരു മാറ്റം വന്നു. കണ്ടുമ്പോൾ ആവശ്യമില്ലാണ്ട് കണ്ട മെനക്കെട്ട് കറുത്തിരുന്ന് മുടി ഇപ്പം കണ്ടില്ലേ, കുറച്ച് വെളുത്ത് വരാൻ തുടങ്ങി.
അപ്പോൾ എനിക്കൊരു കൊച്ചുമോളുണ്ട്, അവളുടെ പേര് ഹേസൽ എന്നാണേ. അവൾ കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ചോദിച്ചു, അവളെന്നെ അപ്പച്ചൻ എന്നാ വിളിക്കണേ. അവളെന്നോട് ചോദിക്കുകയാണ്, മുടിയെന്തിങ്ങനെ ഈ വിധമായി പറയുക അപ്പച്ച. ഞാൻ എന്നാ പറയുന്നത്? ഞാൻ പറഞ്ഞ്, പതിവായി സൈമൺസ് തൈര് കുടിച്ച് മുടി ഈ വിധമായി ഹേസൂട്ടി. അപ്പം ഇനി ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ പോലും ഇതിന്റെ പേര് സൈമൺസ് തൈരെന്നേ പറയാവുള്ളൂ, അക്ഷരം മാറിപ്പോകരുത് കേട്ടോ. അത് ശരിയായി തരാം. ഓക്കെ ദെൻ, താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവരും അവനവന്റെ വീടുകളിൽ ഇത് ട്രൈ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നിടം വരെ ബൈ.